ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ലൈവിൽ എങ്ങനെ ഗെയിം കളിക്കാം, ഗെയിം ലൈവ് എങ്ങനെ ഇടാം എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് നമ്മളുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളതിൽ ഫസ്റ്റ് ഗെയിം ടൈറ്റിൽ കൊടുക്കുക. നമ്മൾ ലൈവ് ഇടുമ്പോൾ തന്നെ നമ്മൾ ടൈറ്റിൽ ചെയ്യാറില്ല, അതേ കണക്ക് തന്നെ ഗെയിമിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ കൊടുക്കാൻ മറ്റേ ലൈവ് ഇടുന്നത് പോലെ തന്നെ ചെയ്യേണ്ടത്. ഞാനപ്പോൾ ഇവിടെ ഗെയിമിംഗ് എന്നും പറഞ്ഞുകൊണ്ടാണ് കൊടുക്കുന്നത്. ഗെയിം എന്ന് കൊടുത്ത് അത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ നമുക്ക് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെലക്ട് ഓഡിയൻസ്, നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, ഞാനിപ്പോഴത് കാണിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്ക്രീൻ കാസ്റ്റ് ഓൺ ആക്കിയിടുക. ആഡ് ഗെയിം ടൈറ്റിൽ കൊടുക്കുക. ഇതിൽ ഫസ്റ്റ് നിങ്ങൾ ലൈവ് ഗെയിം ഓപ്പൺ ആക്കുന്നതിന് മുന്നേ നമ്മളുടെ ഫോണിൽ ഗെയിമിൻ്റെ ആപ്പ് ഇല്ലെങ്കിൽ നമ്മൾ പോയി പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് ഏത് ഗെയിമാണ് ലൈവ് ഇടാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഗെയിം പോയി നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോഴും ഞാൻ ടോക്കിംഗ് ടോമാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം ടോക്കിംഗ് ടോം എന്ന് നമ്മൾ കൊടുത്ത് അവിടെ ഗെയിമിന് പേര് കൊടുത്തിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ കണ്ടോ എ ഫ്യൂ ടിപ്സ്, ഇതെല്ലാം വായിച്ച് നോക്കിയിട്ട് നമ്മൾ ഇതിൽ നമ്മൾ ഗോ ഫോർ ഇറ്റ് കൊടുക്കുക. ഓക്കെ, ഗോ ഫോർ ഇറ്റ് ആണ് കൊടുക്കേണ്ടത്. സ്റ്റാർട്ട് നൗ കൊടുക്കുക. നെക്സ്റ്റ് നമ്മളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കും ഓണായി വരുന്നത്. അപ്പോഴിങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആ വട്ടത്തിൽ ടച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ മ്യൂട്ട് ചെയ്യുന്നതും ക്യാമറ മ്യൂട്ട് ചെയ്യുന്നതും വരും. അപ്പോൾ അത് രണ്ടും മ്യൂട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്ലോസ് ബട്ടൺ കണ്ടോ, നമുക്ക് ഇടയ്ക്ക് ഗെയിം ക്ലോസ് ചെയ്യണമെങ്കിൽ ആ ക്ലോസ് ബട്ടൺ കൊടുത്താൽ മതി. ഇടയ്ക്ക് നമുക്ക് ആ ക്ലോസ് ബട്ടണിൽ ലൈവ് ക്ലോസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ആ ടോക്കിംഗ് ടോമിൻ്റെ ആപ്പ് ഓൺ ആക്കുക. ഓൺ ആക്കുമ്പോൾ ഇതാണ്ട് ഇങ്ങനെ വരും. എന്നിട്ട് ഗോ ലൈവ് കൊടുക്കുക. ഗോ ലൈവ് കൊടുത്തിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇടയ്ക്ക് നമ്മൾ പോയി ടോമിനെ ഒന്ന് ടച്ച് ചെയ്യുകയോ അല്ലാതെ വേറെ ഗെയിമൊക്കെ എടുക്കുവാണെങ്കിൽ അത് നമുക്ക് കളിക്കാവുന്നതും ആണ്. പിന്നെ ഇങ്ങനെയൊക്കെ ആഡ് വരുമ്പോൾ അതങ്ങ് ക്ലോസ് ചെയ്ത് കളയുക. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നമുക്ക് ചിലപ്പം ആഡ് കയറി വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പിന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.